ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൺസിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിലെ നാളെ അടിപൊളി ട്വിസ്റ്റാണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകില്ല. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നാളെ നമ്മുടെ സുഭാഷിൻ്റെ ഒരു ഒരു പെണ്ണ് കാണൽ ചടങ്ങൊക്കെ വരാൻ പോവുകയാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ സുഭാഷ് ചെന്ന് നിധിയോട് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവെന്നും. അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാർ ജയന്തി എന്നാണ് പെൺകുട്ടിയുടെ പേര്. അപ്പോൾ അവരെ വീട്ടുകാരൊക്കെ ഇന്ന് വൈകിട്ട് വരുന്നു എന്നുള്ള. അപ്പോൾ നിധിയും പെട്ടെന്ന് ഷോക്കായി പോവുകയാണ്. രാവിലെ കൂടിയും സുഭാഷ് ചേട്ടൻ അതിനെക്കുറിച്ചൊന്നും ഒരു കാര്യവും പറഞ്ഞില്ല. അപ്പോൾ എന്ത് പറ്റി, ഇതെന്താ എല്ലാവരുടെ അടുത്തും പറയാത്തത് എന്നുള്ളത് ഇങ്ങനെ ചോദിച്ച് നിന്നപ്പോൾ സുഭാഷ് പറഞ്ഞു, അതെ മോളെ, വേറൊന്നും കൊണ്ടല്ല, അവരോടൊക്കെ പറയാൻ എന്നെ കല്യാണക്കാരിയാണല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് പറയാൻ എനിക്കൊരു ചമ്മൽ, മോള് തന്നെ പറഞ്ഞാൽ മതി. അങ്ങനെയാണ് നമ്മുടെ നിധി പെട്ടെന്ന് തന്നെ സുധീഷിനെ വിളിച്ച് പറയുന്നത്, ഹരീഷിനെ പറയുന്നുണ്ട്, നികേഷിൻ്റെ അടുത്തും പറയുന്നുണ്ട്. അപ്പോൾ നിധി 5 മണിക്കാണ് ജയന്തിയുടെ വീട്ടുകാരൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ നിധി 3 മണിയോടുകൂടെ ഇങ്ങനെ വീട്ടിലെത്തിയാണ്. നിധി വന്നപ്പോഴേക്കും നമ്മുടെ സുധീഷ് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിധി ചോദിച്ചു, അല്ല സുധീഷ് വന്നോ? നിധി വിളിച്ച സ്പോട്ടിൽ തന്നെ ഞാനിങ്ങ് പോകുന്നില്ലേ? അപ്പോൾ ശരിയെന്നാ ബാ, നമുക്ക് വീടൊക്കെ വൃത്തിയാക്കാം, ഈ തുണിയൊക്കെ എടുത്തൊന്ന് വെക്കട്ടെ. അപ്പോൾ സുധീഷ് നോക്കുമ്പോഴത്തേക്ക് എന്താ കാര്യമെന്ന് അറിയില്ല. നിധി വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ദേ വീടൊക്കെ വൃത്തിയാക്കണോ. അങ്ങനെ തുണിയും ഇതും അവിടെ കിടന്ന സംഭവങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി നിധിയുടെയാണ്. ആ സമയത്ത് സുധീഷിനോട് പറഞ്ഞു, ആ ചെയറൊക്കെ ഒന്ന് നേരെ ഇട്ടേ സുധീഷ്. അല്ല നിധി, ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞ ഒന്ന് വൃത്തിയാക്കുക എല്ലാം, നമുക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആണോ? ആരാ? നിധിയുടെ അച്ഛനാണോ വരുന്നത്? അപ്പോൾ നിധി രൂക്ഷമായിട്ട് സുധീഷിനെ ഇങ്ങനെ നോക്കി. അല്ല അമ്മയോ ഏട്ടനോ അതോ ഇനിയിപ്പം ചേട്ടത്തി എങ്ങാനും ആണോ? അയ്യോ, ചേട്ടത്തിയാണെങ്കിൽ ബാത്റൂം പെട്ടെന്ന് വാഷിയിട്ട്, ഇല്ലെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതാ. അങ്ങനെ സുധിച്ച് ഓടി ബാത്റൂം കഴുകാൻ പോയപ്പോൾ നിധി പറഞ്ഞു, എൻ്റെ വീട്ടുകാരും അല്ല വരുന്നത് എന്ന് പറഞ്ഞു. അല്ല, വീടൊക്കെ വൃത്തിയാക്കണോണ്ട് ഞാൻ ചോദിച്ചതാ എന്നിങ്ങനെ പറഞ്ഞു. ആ സമയത്ത് നിധി അടുക്കളയിലോട്ട് ക്ലീൻ ചെയ്യാൻ ചെന്നു. എന്നപ്പോഴത്തേക്കും പാത്രങ്ങൾ ഒത്തിരി കിടക്കുക. അപ്പോൾ നിധി പറഞ്ഞു, സുധീഷേ ഇങ്ങോട്ടൊന്ന് വന്നേ, ഈ പാത്രങ്ങൾ സിങ്കിൽ കിടക്കുന്നുണ്ടോ, ഇതൊന്ന് കഴുകിയെടുത്ത്. അപ്പം സുധീഷ് മനസ്സിലോർക്കുകയാണ്, ഇതിനാണോ ആ പാതി വഴിയിൽ കസ്റ്റമറെ ഇറക്കി വിട്ടിട്ട് ഞാൻ ഈ ഓടിപ്പാഞ്ഞ് വന്നത്? സുധീഷ് മനസ്സിൽ പുറത്തുകൊണ്ട് നേരെ സിങ്കിൻ്റെ അടുത്തോട്ട് പോവാട്ടോ. എന്നിട്ട് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യണം. അപ്പം കഴുകുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും പാത്രങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, എൻ്റെ പൊന്നു നിധി, പാത്രങ്ങളോട് ദേഷ്യം കാണിക്കണ്ട, പതിയെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പം നിധി അപ്പോഴേക്കും തറയൊക്കെ തുടയ്ക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹരീഷും നികേഷും വന്നു. അപ്പോൾ ഏട്ടത്തിന്നും പറഞ്ഞ് നികേഷ് വന്നപ്പോൾ തന്നെ അതേ വരുന്നൂടാന്നും പറഞ്ഞ് സുധീഷ് ആ പാത്രമൊക്കെ അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് പോവാണ്. ഹലോ, എങ്ങോട്ടാ പോണേ? നിധി ചോദിച്ചു. അല്ല, നികേഷൊക്കെ വന്നിട്ടുണ്ട്. അതെ, ഞാൻ പൊക്കോളാം, ഞാൻ പോയി ഡോറൊക്കെ തുറന്നു കൊടുത്തോളാം എന്ന് പറഞ്ഞു. പാത്രം വേഗം കഴിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ് ഇന്ന് കഴിക്കണം. അപ്പം പതിയെ സൗണ്ട് ഉണ്ടാക്കാണ്ട് കഴുകുക സുധീഷ് എന്ന് പറഞ്ഞിട്ടാണ് നിധി പോണത്. അങ്ങനെ നമ്മുടെ സുധീഷ് പതിയെ കഴുകുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് നികേഷ് അകത്തോട്ട് വന്നു കേട്ടോ. അപ്പം നികേഷിനോട് നമ്മുടെ നിധി ചോദിച്ചു, അല്ല എടാ, നിൻ്റെ ക്ലാസ് ഒന്നും കട്ടായില്ലല്ലോ? ഇല്ല നിധി ഏട്ടത്തി, ലാസ്റ്റ് പീരീഡ് കഴിയാറായപ്പോഴല്ലേ നിധി ഏട്ടത്തി വിളിച്ചത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹരീഷൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി, ഇവിടെ എന്താ പ്രശ്നം? ആരെങ്കിലും വരുന്നുണ്ടോ? വീടൊക്കെ വൃത്തിയാക്കലും ഒതുക്കലും ഒക്കെ. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അതാ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ആരെങ്കിലും വരാണോ? അപ്പോഴാണ് നിധി 3 പേരെടുത്തും കൂടെ ഒരു കാര്യം പറയുന്നത്. അതെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അതെ, മറ്റൊന്നുമല്ല, നമ്മുടെ സുഭാഷ് ഏട്ടനെ കാണാനായിട്ടേ ഒരു പെൺവീട്ടുകാർ വരുന്നുണ്ടെന്ന് പറയാം. സുഭാഷ് ഏട്ടനോ? അപ്പം ഹരീഷ് ചോദിച്ചു, നിധിയേട്ടത്തെ കൊണ്ടുവന്നതാണോ? ഞാനൊന്നും കൊണ്ടുവന്നതല്ല, സുഭാഷ് ഏട്ടൻ തന്നെ കൊണ്ടുവന്നതാ. സുഭാഷ് ഏട്ടനോ? അപ്പം സുധീഷ് ചോദിക്കണേ, എന്തൊക്കെയാണ് നിധി ഈ പറയണത്? സുഭാഷ് ഏട്ടൻ പെണ്ണിനെ കൊണ്ടുവന്നോ? ഒരു പെണ്ണ് കാണാനായിട്ട് വിളിച്ചാൽ തന്നെ എന്തൊക്കെ ന്യായങ്ങളാണ് പറയണത്? അപ്പം നികേഷ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? സുഭാഷ് ഏട്ടൻ തന്നെ സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ കൊണ്ടുവന്നോ? ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്തോ ബ്രോക്കർ വഴി വന്ന കല്യാണമാണെന്ന് തോന്നുന്നു എന്ന് നിധി പറയണേ. അപ്പം എന്നാലും നിധി ഏട്ടത്തി, ഇത് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതെ, നമുക്ക് സമയമില്ല, 5 മണിക്ക് അവരെ വീട്ടുകാരെല്ലാവരും വരും, അതിനു മുന്നേ നമുക്ക് മൊത്തം ക്ലീൻ
ചെയ്യണം. അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് പറഞ്ഞു അതെ ആ പാത്രങ്ങളൊക്കെ വേഗം ഒന്ന് കഴുകുമെന്ന് പറയണം. അങ്ങനെ സുധീഷ് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും നിധി പറഞ്ഞു അതെ എല്ലാം ഒന്ന് സ്പീഡപ്പ് ആവട്ടെ, കാരണം സമയമില്ല എന്നൊക്കെ പറയണം. അങ്ങനെ നികേഷും ഹരീഷും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. ആ സമയത്താണ് സുധീഷിൻ്റെ ഫോണിലോട്ട് നമ്മുടെ ഗായത്രി വിളിക്കുന്നത്. അപ്പോഴേക്കും സുധീഷ് ഫോൺ എടുക്കുന്നത്. ഹലോ ഗായു, എൻ്റെ ബസ് പറവ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഭയങ്കര ഒലിപ്പീര് സംസാരിക്കുന്നത്. അപ്പോഴേക്കും നിധി അവിടെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നു. നിധിക്ക് ദേഷ്യം പറഞ്ഞു. അപ്പോഴേക്കും സുധീഷിൻ്റെ ഒലിപ്പീര് വർത്താന, ഓ നീ രാവിലെ വിളിച്ചല്ലേ ഗായു, എന്ത് പിന്നെയും വിളിച്ചത്? വെറുതെ വിളിച്ചതാ എന്ന് ഗായത്രി പറയണേ. എനിക്കെന്തേ 2 പ്രാവശ്യം വിളിച്ച വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, എപ്പോൾ വേണമെങ്കിലും എന്നെ ഓർക്കുമ്പോഴൊക്കെ വിളിച്ചു എന്നൊക്കെ പറയണേ. എന്നിട്ട് നിധി കേൾക്കാൻ വേണ്ടി ഭയങ്കര ഡയലോഗ് അടിക്കുകയാണേ. അതെ, വേറെ എന്തൊക്കെയുണ്ട്, ഫുഡ് കഴിച്ചോ? അപ്പോൾ തിരിച്ച് ഗായത്രിയും ചോദിക്കുന്നുണ്ട് സുധീഷ് ഫുഡ് കഴിച്ചോ? നമ്മുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഗായത്രി? ഞാൻ കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഗായത്രി പറഞ്ഞു അതെ നാളെ മുതൽ ഞാൻ കൃത്യസമയത്ത് വിളിച്ച് ഓർമ്മിപ്പിച്ചോളാം. അത് വേണ്ട, ഞാൻ നാളെ മുതൽ കൃത്യമായിട്ട് കഴിച്ചോളാം ഗായു എന്നിങ്ങനെ സുധീഷ് പറയണം. നിധിക്ക് ദേഷ്യം വന്നിട്ട് ഒരു പണി ഏൽപ്പിച്ച് അത് ചെയ്യത്തുമില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയില്ല. എന്നിട്ട് ഫോണിൽ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് നിധി ഇരുന്ന് പിറുപിറുക്കുകയാണ്. സുധീഷ് നോക്കുമ്പോൾ നിധിക്ക് നല്ല ദേഷ്യം വരാം. നിധി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ഗായത്രിയോട് പറയാം അതെ ഇന്ന് ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഗായത്രി ചോദിക്കും അല്ല വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ പറയും അയ്യോ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്ന് പറ്റില്ല, നമുക്ക് നാളെ രാവിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടാൽ പോരെ എന്ന് പറയണേ. എന്നാൽ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ നിധി വന്നിട്ട് പറയാം അതെ ഒരു പണി ഏൽപ്പിച്ച് അതങ്ങ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാവോ എന്ന് പറയണേ. അപ്പോഴേക്കും ഗായത്രി ഫോണിൽ ഹലോ എന്തേ? അതെ ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. സുധീഷ് പറയാം ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. എൻ്റെ നിധി പറഞ്ഞു ഫോണിൽ ചള്ള വെച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ച് അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിധി കിടന്ന് ചാടയാണ്. അപ്പോഴേക്കും സുധീഷിന് ചിരി വന്നിട്ട് പാടില്ല കേട്ടോ. ഈ ഒരു ദേഷ്യം കാണാനാടി ഞാൻ ഈ കിടന്ന് എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കണേ എന്ന് മനസ്സിൽ പറയണം. അപ്പോഴേക്കും നമ്മുടെ നിധി പറഞ്ഞു സുധീഷ് ഒരു കാര്യം ചെയ്യുക, നല്ല ബേക്കറി പോയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പറയണം. എന്നാൽ ശരി ഞാൻ പൊക്കോളാന്ന് പറഞ്ഞൊരു സുധീഷ് ആദ്യം റെഡിയായി. എന്നിട്ട് നിധി പറഞ്ഞു അതെ സ്നാക്സ് മാത്രമല്ല ഒരു റൂം ഫ്രഷ്നറും പിന്നെ ഒരു 3 പാക്കറ്റ് പാലും മേടിച്ചോളാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ് പൈസ ചിലവാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു ഹരീഷേ നീ പോയി വാങ്ങിച്ചുകൊണ്ട് വരാടാ, നിനക്കാവുമ്പോൾ നല്ല ഇതൊക്കെ അറിയാമല്ലോ, അപ്പോൾ നല്ല ഐറ്റംസ് നോക്കി നീ മേടിക്കുമെന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ നികേഷ് പറഞ്ഞു ചുമ്മാതല്ല നിധി ഏട്ടത്തി, പൈസയുടെ ചിലവിൻ്റെ കാര്യമൊക്കെ ഓർക്കുമ്പം സുധീഷ് ഏട്ടൻ പതുക്കെ ബാക്കപ്പ് അടിക്കും, അത് എപ്പോഴുള്ള പതിവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിധി ചിരിച്ചു കേട്ടോ. അപ്പോൾ സുധീഷിൻ്റെ അടുത്ത് നിധി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, ഹരീഷ് പോകണമെങ്കിലേ സുധീഷ് പോയി ആ പാത്രങ്ങൾ അങ്ങോട്ട് ബാക്കി കഴിവെന്ന് പറഞ്ഞ് അത് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വീടൊക്കെ വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി എടുക്കുന്ന സമയത്താണ് ഭാസ്കരനെ വിളിച്ചു കഴിഞ്ഞ് ഭാസ്കരൻ വരുന്നത്. അപ്പോൾ ഭാസ്കരൻ്റെ അടുത്ത് നിധി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണേ. ഇന്നതുപോലെ സുഭാഷ് ഏട്ടനെ കാണാനായിട്ട് ഇന്നൊരു പെൺവീട്ടുകാർ വരും, അച്ഛൻ ഒന്ന് വേഗം റെഡിയായിട്ട് നിൽക്കുന്നൊക്കെ പറയും. ഇതെന്താ പെണ്ണ് പെൺവീട്ടുകാർ വന്നിട്ടാണോ എന്നോട് പറയണത്? നിങ്ങൾക്ക് കുറച്ച് നേരത്തെ പറഞ്ഞ എന്നാ അച്ഛൻ, ഞങ്ങൾ പോലും ഇപ്പോഴാണ് അറിഞ്ഞത്, പിന്നെ എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു എന്തറിഞ്ഞത്? ഒരു പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ തയ്യാറാവണ്ടേ, ഇങ്ങനെയൊക്കെയാണോ? അച്ഛൻ ഒന്നും പ്രത്യേകിച്ചില്ല, അച്ഛൻ ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ടൊന്ന് ഇരുന്നാൽ മതി, പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരണ്ടല്ലോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചോണം. പിന്നെ ഇത്രയും നാളും ഞാൻ പിന്നെ എങ്ങനെയായിരുന്നു? അതെ അച്ഛൻ അച്ഛൻ്റേതായ രീതിയിൽ, പിന്നെ ഞാൻ ഇത്രയും നാളും ചിറ്റപ്പനായിട്ടാണോ സംസാരിച്ചത്? എനിക്കങ്ങും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഷുക്ക് ഇങ്ങനെ കാണിക്കാൻ കേട്ടോ ഭാസ്കരൻ. അപ്പം നിധി പറഞ്ഞു എൻ്റെ പൊന്നച്ച ഒന്ന് പോയി റെഡി ആവും, സമയമില്ല, അവരിപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. ഒടുവിൽ ഭാസ്കരൻ പറഞ്ഞു എന്തെങ്കിലും കാണിക്കുക. അങ്ങനെ ഭാസ്കരൻ പോയി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വരെയാണ്. അപ്പോഴേക്കും സുഭാഷും എത്തിക്കഴിഞ്ഞിട്ടോ. സുഭാഷിന് ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായി, നികേഷ് നല്ല അടിപൊളിയായി ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ദാസപ്പൻ ചേട്ടൻ ആദ്യം വരുന്നുണ്ട്, അതിൻ്റെ പുറകെ ഒരു കാറ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഭാഷ് ഫ്രണ്ടിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട് അവർ വന്നോളും, സുഭാഷ് ചേട്ടൻ വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് കാറ് വന്നത് കേട്ടോ. അങ്ങനെ അവർ ആ ബ്രോക്കർ ഏട്ടനും അവരൊക്കെ വന്ന് ഇറങ്ങി, എല്ലാവരും ഇറങ്ങി. അപ്പോൾ ആദ്യം ഒരു പെണ്ണ് വരുന്നുണ്ട്, പിന്നെ അച്ഛൻ, അമ്മ, പിന്നെ ഒരു ചെറിയമ്മ, അങ്ങനെയായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വന്നു ഇരിക്കാനൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ
സുഭാഷിൻ്റെ കാര്യങ്ങളും അവരും ചോദിക്കുന്നുണ്ട്, പെൺകുട്ടിയുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജയന്തി എന്നൊക്കെയാണ് പേര് പറഞ്ഞത്. അപ്പം നമ്മുടെ നിധി അടുത്ത് തന്നെയുണ്ട്. അപ്പം സുഭാഷ് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് അച്ഛൻ, ഇതെൻ്റെ സഹോദരന്മാരാണ് സുധീഷ്, സുധീഷിൻ്റെ ഭാര്യയാണിത് നിധി. അപ്പം നിധി അവരെ നോക്കി ഒന്ന് തൊഴുതു. അത് കഴിഞ്ഞ് പിന്നെ ഹരീഷ് രണ്ടാമത്തെ അനിയൻ, പിന്നെ നികേഷ്, അവൻ പഠിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ജയന്തി അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ആർക്കും അറിയില്ല ഈ പെൺകുട്ടിയാണ് ഈ വന്നിരിക്കണേന്നുള്ളത്. പെൺകുട്ടിയുടെ ചേട്ടത്തി ആരെങ്കിലും ആയിരിക്കും, കാരണം ഒരു ഇച്ചിരി മുതിർന്ന ഒരാളെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ ഇങ്ങനെ ഇവർ വീടൊക്കെ ഇങ്ങനെ നോക്കി ഇരുന്നപ്പോൾ ഭാസ്കരൻ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, വീടൊക്കെ സ്വന്തം തന്നെ, ഞങ്ങളുടെ വീട് തന്നെയാണ്, പഴയ തറവാടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഈ ജയന്തിന്ന് ഈ പെൺകുട്ടി കൂടെ വന്ന ആ പെണ്ണ് പതുക്കെ എഴുന്നേറ്റ് അകത്തോട്ടൊക്കെ വന്നപ്പോൾ നിധി പറഞ്ഞു, വാ വീടൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് അകത്തൊക്കെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നികേഷ് പറഞ്ഞു, അതെ ബെഡ്റൂമിൻ്റെ അകത്തൊന്നും ഇല്ലയെന്നൊന്നും നോക്കട്ടെ കേട്ടോ, എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ സെറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചിരിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിരുന്നു. അപ്പം നമ്മുടെ സുധീഷ് പതുക്കെ ഹരീഷിൻ്റെ അടുത്ത് ചോദിച്ചു, എടാ ഇത് അച്ഛൻ, അമ്മ, മറ്റത് ചെറിയമ്മ, ഓക്കെ, അകത്ത് പോയത് പെൺകുട്ടിയുടെ ചേച്ചി ആയിരിക്കുമല്ലേ എന്നിങ്ങനെ അവർ പറയണം കേട്ടോ. അങ്ങനെയാണ് അവിടെ വന്നിരുന്നത്. അപ്പം ഭാസ്കരൻ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ ചോദിച്ചു, അല്ല പെൺകുട്ടി എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ ജയന്തി പറഞ്ഞു, ഞാനാണ് പെൺകുട്ടി എന്ന് പറഞ്ഞു. അപ്പം സുധീഷും ഹരീഷും മുഖത്തോട് നോക്ക് അപ്പോൾ പറഞ്ഞു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇതാണ് ജയന്തി, പെൺകുട്ടി ഇതാണെന്ന് പറഞ്ഞു. അപ്പം നിധി ഇങ്ങനെ മുഖത്ത് നോക്കുന്നു, കുറച്ച് പ്രായക്കൂടുതലൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഭാസ്കരനും ചോദിച്ചു, അല്ല ഇപ്പോൾ പെൺകുട്ടികളാണോ പെണ്ണ് ആണിനെ കാണാൻ ആണിൻ്റെ വീട്ടിൽ വരാണോ, അതിപ്പോൾ ചടങ്ങൊക്കെ മാറിയോ, ഇപ്പോൾ കാലമൊക്കെ മാറിയില്ലേ ഭാസ്കരേട്ടാന്ന് നമ്മുടെ ബ്രോക്കറേട്ടനും പറയണം കേട്ടോ. അപ്പം എല്ലാവർക്കും ആകെ ഒരു കൺഫ്യൂഷനായിപ്പോയി. അപ്പോൾ നമ്മുടെ പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു, അതെ ഞങ്ങളിപ്പം ചടങ്ങുകളൊക്കെ മാറ്റി വെച്ചു, ഇവളുടെ ആദ്യ കല്യാണത്തിന് എല്ലാ ചടങ്ങുകളും അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് നടത്തിയത്, ഇപ്പം പിന്നെ അതൊന്നും നോക്കുന്നില്ല. അപ്പം നിധി ഓർത്തു, ഇതപ്പോൾ രണ്ടാം കെട്ടാണോ? അപ്പോൾ സുധീഷ് ചോദിച്ചു, അല്ല ദാസപ്പൻ ചേട്ടാ ഇത് രണ്ടാം കെട്ടാണോ? അപ്പോൾ ജയന്തി ചോദിച്ചു, അല്ല എന്നെക്കുറിച്ചൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും സുഭാഷിനോട് പറഞ്ഞ് സംസാരിച്ച് ഓക്കെ ആയതാണല്ലോ. അപ്പം നിധി പറഞ്ഞു, ഇല്ല ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഭാസ്കറിനും ഇങ്ങനെ അന്താളിച്ച് നിൽക്കണം കേട്ടോ, ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ ജയന്തി പറഞ്ഞു, ഞാൻ എന്നെക്കുറിച്ച് പറയാം. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷമായി, ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ വീട്ടിലാണ്. ഞാൻ ലവ് മാരേജ് ആയിരുന്നു. പുള്ളി കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിച്ച് തുടങ്ങിയപ്പം എനിക്കെന്തോ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പുള്ളിയുടെ ഒരു ക്യാരക്ടർ എനിക്കുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു. കുറേ നാൾ ഡൈവേഴ്സ് തരില്ല എന്നുള്ള രീതിയിൽ പുള്ളി നിന്നു. ഇപ്പോൾ ഈ അടുത്താണ് ഡൈവേഴ്സിന് തരാമെന്ന് സമ്മതിച്ചത്. അങ്ങനെ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷ് ചോദിച്ചു, ഡൈവേഴ്സ് ആയിട്ടില്ലേ? അല്ല 2-3 മാസത്തിനകത്ത് എന്തായാലും ഡൈവേഴ്സ് ആകും, അപ്പോഴേക്കും നമ്മുടെ കല്യാണം നടത്താം എന്നുള്ള രീതിയിൽ ജയന്തിയെക്കുറിച്ചൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് നിന്നപ്പോൾ ഭാസ്കരൻ ചോദിച്ചു, അല്ല മോക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 35 വയസ്സ്. 35ഓ? അപ്പം സുഭാഷിനെക്കാട്ടിലും മൂത്തതാണോ? അപ്പം സുഭാഷ് പറഞ്ഞു, അച്ഛാ എനിക്കതൊന്നും പ്രശ്നമില്ല. നിധിയും സുധീഷും ഹരീഷും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്, ഇതെന്താ ഈ പറയണ, വയസ്സിനും മൂത്ത ഒരു സെക്കൻഡ് മാരേജ് ആയിട്ടുള്ള ഒരു പെണ്ണിനെയാണോ കെട്ടണത്? അവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഭാസ്കരൻ പറഞ്ഞു, ഇതെന്തൊക്കെ ഇവിടെ കാണിക്കണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതെന്നാ വയസ്സിന് 3-4 വയസ്സ് മൂത്ത ഒരു പെൺകുട്ടിയാണോ കെട്ടണേ? അപ്പം ആ കൂടെ വന്ന ചെറിയമ്മ പറഞ്ഞു, അതെ ഇപ്പോഴത്തെ കാലത്തൊന്നും അതൊന്നും വലിയൊരു വിഷയമല്ല, കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു 2-3 വയസ്സ് മൂപ്പുണ്ടെന്നും പറഞ്ഞ് അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടുള്ള കേസല്ലല്ലോ എന്നിങ്ങനെ ആ പെൺകുട്ടിയുടെ ചെറിയമ്മ പറയണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാസ്കരൻ അങ്ങോട്ട് ദേഷ്യം വരാം. ഭാസ്കരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരൊറ്റ പോക്ക്. അപ്പം പെണ്ണിൻ്റെ അമ്മയും അച്ഛനൊക്കെ മുഖത്തോട് നോക്കി പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ ഇറങ്ങിപ്പോയതാണല്ലോ. അപ്പം നമ്മുടെ സുഭാഷ് പറഞ്ഞു, അച്ഛൻ്റെ സ്വഭാവം അങ്ങനെ. അപ്പം നമ്മുടെ ബ്രോക്കറേട്ടനും പറഞ്ഞു, പുള്ളി ഒരു പ്രത്യേക ക്യാരക്ടറാണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം പെണ്ണിൻ്റെ അമ്മയും അച്ഛനും കൂടെ മുഖത്തോട് നോക്കിയിട്ട് അപ്പം പെണ്ണിൻ്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അത് ഒരു കാര്യം ചെയ്യാം, അടുത്ത വെള്ളിയാഴ്ച നല്ല മുഹൂർത്തമാണ്, നമുക്ക് നിശ്ചയം അങ്ങ്
നടത്തിയാലോ? അപ്പം നിധി സുധീഷിൻ്റെ മുഖത്ത് നോക്കുകയാണ്. അല്ല ഇനിയിപ്പോൾ നമുക്ക് തീരുമാനിക്കണ്ടേ? അപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനും പെൺകുട്ടി കണ്ടു, സംസാരിച്ചു, നമുക്ക് ഓക്കെയാണ്, അപ്പോൾ അത് നോക്കിക്കൊള്ളാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഓക്കെ, എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ്, അപ്പോൾ വെള്ളിയാഴ്ച ചടങ്ങ് നടത്താം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു സീനോട് കൂടെയാണ് കാട്ടത്തെ കിളിക്കൂട് നാളെ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ അവരൊക്കെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊക്കെ ഓർത്ത് സുഭാഷിന് ഭയങ്കര ടെൻഷനായിട്ടുണ്ട്. കാരണം അവരിപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയണത്, ഇവരാരുടെ അടുത്തും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴേക്കും നിധിക്ക് മനസ്സിലാവും ചുമ്മാതല്ല സുധീഷ് ചേട്ടൻ ഒന്നും പറയാതിരുന്നത്, ഇതൊക്കെ തന്നെയാണ് കാരണം, ഒരു രണ്ടാം കെട്ടുകാരി, അതും പ്രായത്തിൽ മൂത്തത് എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കട്ടോ. അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാം സംസാരിച്ചിട്ട് അവർ പോവാണ്. അപ്പം നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൽ ഇനി വരുന്ന പുതിയ ട്വിസ്റ്റ് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ സുഭാഷിൻ്റെ ഈ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കേട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഇതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് കറക്റ്റ് 11 മണിക്ക് നമ്മുടെ ഇതേ ചാനലിൽ രാവിലെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ അപ്കമിങ് വിശേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ.